നമസ്കാരം. ഇന്നത്തെ നമ്മുടെ കഥ 3 വയസ്സും 8 മാസവും മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും അവളുടെ പ്രിയപ്പെട്ട വളർത്തുനായയും 12 ദിവസം ഒരു കൊടുങ്കാട്ടിൽ അസ്ഥികൾ പോലും മരവിച്ചു പോകുന്ന കൊടും തണുപ്പിൽ അതിജീവിച്ചതിന്റെ കഥയാണ്. 2014 റഷ്യയിലെ സൈബീരിയയിൽ നടന്ന കരീന ചികിറ്റോവ എന്ന 3.5 വയസ്സുകാരിയുടെ അത്ഭുതകരമായ അതിജീവനത്തിന്റെ കഥ. കരടികളും ചെന്നായ്ക്കളും വിഹരിക്കുന്ന കാട്ടിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ കൊടും തണുപ്പിൽ 12 ദിവസങ്ങൾ അവൾ എങ്ങനെ പിടിച്ചു നിന്നു? നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. റഷ്യയിലെ സാഗ റിപ്പബ്ലിക്കിലെ ടൈഗ വനത്തിനോട് ചേർന്ന് ചതുപ്പുകൾ നിറഞ്ഞ ഓലോം എന്ന ചെറിയ ഗ്രാമം. പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത, മൊബൈൽ റേഞ്ചോ നല്ല റോഡുകളോ ഇല്ലാത്ത ഒരു പ്രദേശം. ജനവാസവും വളരെ കുറവ്, 50 പേരിൽ താഴെ മാത്രം. ടാറിട്ട റോഡിൽ എത്താൻ തന്നെ 40 മൈലുകൾ സഞ്ചരിക്കണം. 2014 ജൂലൈ 29 കരീന എന്ന 3.5 വയസ്സുകാരി തന്റെ മുത്തശ്ശിയുടെ സംരക്ഷണയിൽ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു. അവളുടെ അമ്മ വൈക്കോൽ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു. ആ സമയത്താണ് കരീനയുടെ അച്ഛൻ ഗ്രാമത്തിന് പുറത്തേക്ക് പോകുന്നത് അവൾ കണ്ടത്. അയാൾ വളരെ കാലമായി മറ്റൊരു കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. അച്ഛന്റെ കൂടെ പോകണമെന്ന ആഗ്രഹത്താൽ അവൾ ആരും കാണാതെ അച്ഛന് പിന്നാലെ നടന്നു. അച്ഛനോടൊപ്പം എത്താൻ അവൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ അവളുടെ ചെറിയ ചുവടുകൾ ഒരു മുതിർന്ന മനുഷ്യന്റെ വലിയ ചുവടുകൾക്ക് തുല്യമായിരുന്നില്ല. ഒടുവിൽ അവൾക്ക് അച്ഛനെ കാണാതായി. കരീന അച്ഛനെ തിരഞ്ഞ് കാടിനുള്ളിലേക്ക് കയറി. പക്ഷേ വഴിതെറ്റി. അവൾക്ക് ചുറ്റും ഇപ്പോൾ മരങ്ങൾ മാത്രമേയുള്ളൂ. കൂടെ അവളുടെ പ്രിയപ്പെട്ട നായക്കുട്ടി നായിഡയും. ഏറ്റവും വലിയ ദുരന്തം എന്തെന്നാൽ അച്ഛൻ കരുതിയത് കുട്ടി അമ്മയുടെ കൂടെയാണെന്നാണ്. അമ്മയും മുത്തശ്ശിയും കരുതിയത് അവൾ അച്ഛന്റെ കൂടെ പോയിട്ടുണ്ടാകുമെന്നും. മൊബൈൽ ഫോൺ ഇല്ലാത്തതിനാൽ വിളിച്ചു ചോദിക്കാനും അവർക്ക് കഴിയില്ലായിരുന്നു. 1, 2, 3, 4 ദിവസങ്ങൾ. 4 ദിവസത്തിന് ശേഷം കരീനയുടെ അച്ഛൻ ഗ്രാമത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവർ അറിയുന്നത്. കരീന ആരുടെ കൂടെയുമില്ല. അവൾ കാട്ടിൽ ഒറ്റയ്ക്കാണ്. സൈബീരിയയിലെ കാടുകൾ പകൽ മനോഹരമാണെങ്കിലും രാത്രി നരക തുല്യമാണ്. വേനൽക്കാലമാണെങ്കിൽ പോലും രാത്രിയിൽ താപനില 0-ന് താഴെയാകും. മാത്രമല്ല, സൈബീരിയൻ കാടുകൾ കരടികളുടെയും ചെന്നായ്ക്കളുടെയും സാമ്രാജ്യമാണ്. ആ കുഞ്ഞ് എന്ത് കഴിക്കും? എവിടെ കിടക്കും? കരീന കാട്ടിൽ കിട്ടുന്ന ചെറിയ പഴങ്ങൾ കഴിച്ചും അരുവിയിലെ വെള്ളം കുടിച്ചും വിശപ്പടക്കി. പക്ഷേ തണുപ്പിനെ തോൽപ്പിക്കാൻ അവൾക്ക് വസ്ത്രങ്ങളില്ലായിരുന്നു. അവിടെയാണ് നായിഡ എന്ന നായ ദൈവദൂതനായത്. രാത്രിയിലെ മരവിപ്പിക്കുന്ന തണുപ്പിൽ കരീന നായിഡയെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങിയത്. ആ നായയുടെ ശരീരത്തിലെ ചൂട് മാത്രമാണ് കരീനയുടെ രക്തം കട്ട പിടിക്കാതെ സൂക്ഷിച്ചത്. കാട്ടുമൃഗങ്ങൾ അടുത്തു വരുമ്പോൾ കുരച്ചോടിക്കാനും അവൾക്ക് ദാഹിക്കുമ്പോൾ അരുവിയുടെ അടുത്തേക്ക് നയിക്കാനും നായിഡ കൂടെ ഉണ്ടായിരുന്നു. കരീനയെ കാണാനില്ലെന്ന് അറിഞ്ഞതോടെ 100ഓളം പേരടങ്ങുന്ന രക്ഷാസംഘം കാടിളക്കി തിരച്ചിൽ തുടങ്ങി. ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ആകാശത്ത് വട്ടമിട്ട് പറന്നു. പക്ഷേ കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന 6 അടി പൊക്കത്തിൽ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ആ കാട്ടിൽ ഒരു ചെറിയ കുട്ടിയെ കണ്ടെത്തുക എന്നത് വൈക്കോൽ കൂനയിൽ സൂചി തിരിയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. 9 ദിവസങ്ങൾ. ആ കുഞ്ഞ് ഇത്രയും ദിവസം ആ കാട്ടിൽ ജീവിച്ചിരിക്കുമെന്ന് ആരും കരുതിയില്ല. പലരും മനസ്സിൽ വരാത്തത് ചിന്തിച്ചു തുടങ്ങി. പക്ഷേ 9-ാം ദിവസം ഗ്രാമത്തിൽ ഒരു കാഴ്ച കണ്ടു. കാട്ടിൽ നിന്നും നായിഡ ആ നായക്കുട്ടി മാത്രം തിരികെ വരുന്നു. എല്ലാവരും തകർന്നുപോയി. കരീന മരിച്ചതുകൊണ്ടാകും നായ അവളെ ഉപേക്ഷിച്ച് വന്നതെന്ന് അവർ കരുതി. ആ പ്രതീക്ഷയും അവസാനിച്ചുവെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ കരീനയുടെ അമ്മയ്ക്ക് മാത്രം തോന്നിയില്ല തന്റെ മകൾ മരിച്ചുവെന്ന്. നായിഡ എന്തോ പറയാൻ ശ്രമിക്കുകയായിരുന്നു. നായിഡ തിരികെ വന്നത് കരീനയെ ഉപേക്ഷിക്കാനല്ല, മറിച്ച് സഹായം ചോദിക്കാനായിരുന്നു. രക്ഷാപ്രവർത്തകർക്ക് അത് മനസ്സിലായി. നായ വന്ന വഴിയിലൂടെ അവർ വീണ്ടും കാട്ടിലേക്ക് കയറി. 10, 11, 12-ാം ദിവസം രാവിലെ മുമ്പ് തിരച്ചിൽ നടത്താത്ത പുല്ലുകൾ തിങ്ങി നിറഞ്ഞ ഒരു ചതുപ്പ് നിലത്തിലേക്ക് അവർ എത്തി. അവിടെ കരീനയുടെ ഒരു ഷൂസ് അവർ കണ്ടെത്തി. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ ഉയർന്ന പുല്ലുകൾക്കിടയിൽ ഒരു അനക്കം. അതെ, അവിടെ ഒരു ചെറിയ കുഴിയിൽ ഉണക്കപ്പുല്ലുകൾ കൂട്ടിയിട്ട് കിടക്കയാക്കി ചുരുണ്ടോടി കിടക്കുന്ന നിലയിൽ കരീനയെ അവർ കണ്ടെത്തി. 12 ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ കൊടും തണുപ്പിൽ വന്യമൃഗങ്ങൾക്ക് നടുവിൽ അവൾ ആകെ ക്ഷീണിച്ചിരുന്നു. ശരീരം മുഴുവൻ കൊതുകുകടിയേറ്റ് വ്രണങ്ങളായിരുന്നു. കണ്ട ഉടനെ അവൾ ചോദിച്ചത് വെള്ളവും ഭക്ഷണവുമായിരുന്നു.
ആർട്ടിയോം ബോറിസോവ് എന്ന രക്ഷാപ്രവർത്തകൻ അവളെ എടുത്ത് നെഞ്ചോട് ചേർത്തു. അതൊരു പുനർജന്മമായിരുന്നു. ആശുപത്രിയിൽ വെച്ച് കരീന സുഖം പ്രാപിച്ചു. പിന്നീട് അവൾ നായിഡയെ കണ്ടപ്പോൾ ആദ്യം വഴക്ക് പറഞ്ഞു, എന്തിനാ നീ എന്നെ ഒറ്റയ്ക്ക് വിട്ടുപോയത്? പക്ഷേ നായിഡ തിരികെ വന്ന് വഴി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് കരീന ജീവിച്ചിരിക്കില്ലെന്ന് പിന്നീട് അവൾക്ക് മനസ്സിലായി. ഈ സംഭവത്തിന് ശേഷം യാകുട്സ്ക് എയർപോർട്ടിൽ കരീനയുടെയും നായിഡയുടെയും ഓർമ്മയ്ക്കായി ഒരു വെങ്കല പ്രതിമ സ്ഥാപിച്ചു. പെൺകുട്ടിയും നായയും എന്നാണ് അതിന്റെ പേര്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള സ്നേഹത്തിന്റെ നിത്യസ്മാരകം. ഇന്ന് കരീന വലിയ കുട്ടിയാണ്. ഈ ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് കരീനയുടെയും നായിഡയുടെയും ഈ കഥ പറഞ്ഞു കൊടുക്കുക. നന്ദി, നമസ്കാരം.